ആഗോളായ്മ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് ഈ ചില ബജറ്റുകൾക്ക് പ്രത്യേകിച്ച് ഈ കോട്ടയം ബീച്ചായിട്ടുള്ള നന്ദഗോപിന്റെ ബജറ്റിന്റെ പേരിലൊക്കെ 8 ലക്ഷം രൂപയുടെ ബില്ല് മാറി അവരുടെ പരിപാടികൾ അവതരിപ്പിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെയൊക്കെയുള്ള വലിയ ക്രമക്കേടുകളുള്ള വാർത്ത പുറത്തു വരുന്നത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ട അത് സംബന്ധിച്ച് ഒരു വിശദീകരണം നടത്തേണ്ടത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് അയ്യപ്പ സംഘം നടന്നത്. അതിന്റെ സാമ്പത്തിക ഇടപാടുകളും കണക്കുകളും ഒന്നും കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിന് അധികാരമില്ല, ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ്. അവർ വ്യക്തമായി അത് കൈകാര്യം ചെയ്യേണ്ട രൂപവും കാര്യങ്ങളും എല്ലാം വിശദീകരിച്ച് നിങ്ങളെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ തന്നെ കൃത്യമായി കണക്ക് തരും അവരെ സമീപിച്ച്. ഇപ്പോ എനിക്ക് ആകെ മറുപടി പറയേണ്ടി വന്നൊരു കാര്യം, നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദ്യം എഴുതി നിയമസഭയിൽ ഈ അവിടുന്ന് അഡ്വാൻസായി എടുത്ത പൈസ തിരിച്ചു കൊടുത്തോ? ഞങ്ങൾ എഴുതി ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി തിരിച്ചു കൊടുത്തു. 17/10/2025 ആ 3 കോടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡിന്. ബാക്കി സ്പോൺസർമാരുടെ പൈസ കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ നടന്നത്. എന്താണ് ചെലവും മറ്റു കാര്യങ്ങളെല്ലാം വിശദീകരിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. അവരുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും. അല്ല, ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിക്കുക അവരോട്, പൊരുത്തക്കേട് കാണുന്നില്ല അവരോട് ചോദിച്ചു. ഇപ്പൊ ഞാൻ കൈയാങ്ങിയൊരു കണക്കിനെ കുറിച്ച് ഞാൻ അങ്ങനെ വിശദീകരിക്കുക ഇല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1950 ഹിന്ദു റിലീജിയസ് ആക്ട് അനുസരിച്ചാണ് ദേവസ്വം ബോർഡുകൾ പ്രവർത്തിക്കുക. അവർ സ്വയം ഭരണാധികാര ഉള്ള കൂട്ടരാണ് ദേവസ്വം ബോർഡ്. അവിടുത്തെ ഒരു പൈസ ചെലവാക്കുന്നതും സ്വീകരിക്കുന്നതും അതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദേവസ്വം ബോർഡാണ്. അതിന് ഗവൺമെന്റ് ഇടപെടാൻ ഒരു അധികാരമില്ല. അവിടെ ഏതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് നിയമസഭയിൽ ക്വസ്റ്റ്യൻ വന്നാൽ അവരോട് എഴുതി ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി എഴുതരും. ആ തരുന്നുണ്ട് വിശദീകരിക്കും. ഇപ്പൊ ഈ പറഞ്ഞതനുസരിച്ച് ആ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ സംശയമുള്ള കാര്യങ്ങളുണ്ട്. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റും ഉണ്ട്, അല്ലെങ്കിൽ കമ്മീഷനുണ്ട്. കമ്മീഷനെ വിളിക്കുക, ആ കണക്കിന്റെ വിശദീകരണം തരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൃത്യമായി കാര്യങ്ങൾ കിട്ടും. ഈ ഒരു വിവാദം വന്നതിന് ശേഷം മിനിസ്റ്റർക്ക് ഇത് ചോദിച്ചുകൂടെ? കാരണം ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിച്ച രേഖകൾ പ്രകാരം ഞാൻ നിയമസഭയിൽ പറഞ്ഞു, അതിനകത്ത് തെറ്റാണോ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്? മിനിസ്റ്റർ ചോദിച്ചിരുന്നു. ഇല്ല, അതിലൊരു തെറ്റുമില്ലല്ലോ. 17/10/2025 തിരിച്ചു കൊടുത്തു എന്നുള്ള കാര്യം അവരെഴുതി തന്നു. അത് ശരിയാണ്, കണക്കിലും പറയുന്നുണ്ട്. പിന്നെന്തിനാ ഞാൻ ചോദിക്കുന്നത്? ആ പറഞ്ഞതിലൊരു തെറ്റുമില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറും തമ്മിലേക്ക് സ്പെഷ്യൽ കമ്മീഷണർ തമ്മിലേക്ക് ഒരു ഫൈറ്റിലേക്ക് ആയി. ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് 3 കോടി ആകെ ചെലവായതെന്ന് പറഞ്ഞൊരു എക്സ്പെൻഡിച്ചർ കണക്കിട്ടുണ്ട്. പക്ഷെ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം കമ്മീഷണറും സ്പെഷ്യൽ കമ്മീഷണറും അറിയുന്ന കണക്കും ഇതുമായിട്ട് ചേരുന്നില്ല. അല്ല, അത് അവരോട് ചോദിച്ചെങ്കിലും പിന്നെ അവർ കൈകാര്യം ചെയ്ത കണക്കായത് കൊണ്ട് ഞാൻ ആ കണക്കിലൊന്നും ഇടപെടുക. ഗവൺമെന്റിന് അധികാരമില്ല. നിയമം അനുസരിച്ച് ഈ അസംബ്ലിയിൽ തന്നെ ഞാനൊരു മറുപടി കൊടുത്ത ഒരു രസകരമായ മറുപടി വൈറലായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2-3 വക്കീലന്മാരായ MLA വിളിച്ച് ചോദിച്ചു. ഒരു ക്വസ്റ്റ്യൻ എഴുതി തന്നു. 2019 മുതൽ 2021 വരെ കടകംപള്ളി സുരേന്ദ്രൻ എത്ര ബോർഡിൽ പങ്കെടുത്തിട്ടുണ്ട്? ദേവസ്വം മന്ത്രി, മുൻ ദേവസ്വം മന്ത്രി. അതിന് മറുപടി എഴുതി കൊടുത്തു. ഇങ്ങനെയാണ് കൊടുത്തത്: ഈ 19 മുതൽ 21 വരെ ദേവസ്വം ബോർഡിന്റെ ഒരു യോഗത്തിലും മന്ത്രി പങ്കെടുത്തിട്ടില്ല. അവസാനമായി ഞാൻ എഴുതിയ വാചകം, ഞാൻ ഇപ്പം ഈ പറഞ്ഞ നിയമം കോട്ട് ചെയ്തിട്ട്, ഈ നിയമം അനുസരിച്ച് ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ബോർഡിൽ പങ്കെടുക്കാൻ നിയമം അനുശാസിക്കുന്നില്ല എന്ന് തന്നെയാണ് മറുപടി കൊടുത്തത്. അത് വൈറലായിരുന്നു. കാരണം ഇത് സംബന്ധിച്ച് ധാരണയില്ലാതെ ഇത്തരാണ് ഈ MLA വന്നില്ലേ. എന്നപോലെ പത്രക്കാർക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇതിന്റെ ബന്ധം നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ കാര്യത്തെ സംബന്ധിച്ചോളം പരിശോധിക്കേണ്ട സമയത്ത് പരിശോധിക്കേണ്ട കോർട്ട് പരിശോധിക്കും. ബഹുമാനപ്പെട്ട കോടതിയാണ് ഈ കാര്യങ്ങളെല്ലാം ഇടപെടുകയും കാര്യങ്ങൾ നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുക. അതനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ അവർ നടത്തിയിട്ടുള്ളതെന്നുള്ള അവരുടെ വിശദീകരണങ്ങൾ വരുന്നത്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം നമുക്ക് അവരോട് ചോദിക്കാം, അത് മനസ്സിലാക്കാം. അല്ല, ഉണ്ടെങ്കിൽ അത് കോടതി പറഞ്ഞിട്ട്, കോടതിക്ക് അവർ വിശദീകരണം അവർ അവിടെ വിറ്റ് ഫയൽ ചെയ്ത് കൃത്യമായി കോടതി കേൾക്കാൻ വെച്ചിരിക്കുകയല്ലേ. അല്ല, നിങ്ങൾക്ക് ഇപ്പോഴും വിവരക്കേടാണ് നിങ്ങൾ പറയുന്നത്. ഈ മനോരമയ്ക്ക് മാത്രമേ അത് മനസ്സിലാകുള്ളൂ, ബാക്കിയുള്ളവർക്കും മനസ്സിലായി. ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായി അവിടുത്തെ വിഷയമുണ്ട്. കണക്ക് കൈകാര്യം ചെയ്യുന്നവരല്ലേ അതിന്റെ വിശദീകരണം തരേണ്ടത്. ആ കണക്ക് കൈകാര്യം ചെയ്യാത്ത ഞാനെങ്ങനെയാണ് വിശദീകരണം? നമുക്ക് ചോദിക്കേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ ചോദിക്കും, അത്രയേ ഉള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടെങ്കിൽ അന്വേഷിക്കാൻ കോടതി പറഞ്ഞാൽ അന്വേഷിക്കും. കോടതിയാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ
ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിട്ടു, മന്ത്രി യോഗം വിളിക്കാൻ പാടില്ല, മുന്നൊരുക്കങ്ങൾ നടത്താൻ പാടില്ല, മീഡിയയോട് കാര്യം വിശദീകരിക്കാൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസാണ്. ഞാനഭിനന്ദിച്ച് നേരെ കോടതിക്ക് കൊടുത്തു. ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുമതി തന്നു യോഗം വിളിക്കാനും മറ്റു കാര്യം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ കൃത്യമായി ഭംഗിയായി നടന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ബോഡി കയറി അനിയന്ത്രമായി ഇടപെടാനോ ഡേ ടു ഡേ ബിസിനസ് ഇടപെടാനോ ഒരു അധികാരമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. കൃത്യമായി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഞാൻ ഈ പറയുന്നത് ബോധ്യപ്പെടും.